ആ സന്ദേശത്തിൻ്റെ ഭാഗമാണല്ലോ. ഇസ്ലാമിൻ്റെ നിയമം അങ്ങനെയാണ്. ഒരു കൊലക്കുറ്റം ചെയ്ത ആൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കാനുള്ള അധികാരം കുടുംബങ്ങൾക്ക് ഉണ്ട്. കൊന്നവരോട് ഇരയുടെ കുടുംബത്തിന് മാപ്പ് നൽകാമെന്ന് ഇസ്ലാമിൽ വ്യവസ്ഥയുണ്ട്. മതം നോക്കാതെ എല്ലാവരെയും സ്നേഹിക്കാനും സഹായിക്കാനും മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്. തെറ്റു ചെയ്തവരോട് പൊറുക്കാനും പറഞ്ഞു. ഇത് യമനിലെ കുടുംബത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതാണ് ഫലം കണ്ടതെന്ന് കാന്തപുരം സൂചന നൽകുന്നു. ഇത് ഞാൻ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് കോർട്ടിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് കുടുംബങ്ങൾക്ക് വല്ല സംഭാവനയും നൽകിക്കൊണ്ട് അവർ ഒഴിവാക്കി കൊടുക്കുകയാണെങ്കിൽ ഒഴിവാക്കാനുള്ള അധികാരം ഇസ്ലാമിന് ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, വർഷങ്ങളായിട്ട് നിമിഷപ്രിയയുടെ മോചനവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലിരുന്ന സമയത്താണ് കാന്തപുരം ഉസ്താദ് ഇടപെടുന്നതും നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കുന്നതും നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും സംഭവ വികാസങ്ങളും നമ്മൾ അറിഞ്ഞതാണ്. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ ഈ നിമിഷപ്രിയയുടെ മാതാവ് സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ സമൂഹ മാധ്യമങ്ങളിലായിക്കോട്ടെ ഇതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നതും നിമിഷപ്രിയയെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുള്ളതും എല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? പല ആളുകൾ വിചാരിച്ചിട്ട് പോലും നടക്കാത്തൊരു കാര്യം, നിമിഷപ്രിയയുടെ മോചനം അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കുന്ന ഒരു കാര്യം ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു ഫോൺ കോളിലൂടെ കാന്തപുരം ഉസ്താദ് നേടിയെടുത്തപ്പോൾ പല വർഗീയവാദികൾക്കും ഇവിടെ കുരു പൊട്ടിയെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. എന്നിട്ട് ഇവരെന്താണ് ചെയ്തത്? ഈ കാന്തപുരം ഉസ്താദിനെ സൈബർ അറ്റാക്കും ചെയ്ത് ആക്രമിക്കുകയും ചെയ്തു അല്ലേ? എന്തൊക്കെയാണ് പറഞ്ഞു വരുത്തിയത്? കാന്തപുരം ഉസ്താദ് അവിടെ പോയിട്ടില്ല, ആരെയും കണ്ടിട്ടില്ല, കോള് വിളിച്ചിട്ടില്ല, എല്ലാം കള്ളമാണെന്ന് പറഞ്ഞിട്ട് എല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞ് കുറേ ആളുകൾ രംഗത്ത് വരികയും ചെയ്തു. നിമിഷപ്രിയയുടെ മോചനവുമായിട്ട് ബന്ധപ്പെട്ട് താനാണ് ഇതെല്ലാം ചെയ്യുന്നതും തൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചതെന്ന് പറഞ്ഞ് കെ എ പോൾ എന്ന് പറഞ്ഞൊരു ഒരുത്തൻ രംഗത്ത് വന്നിട്ടുണ്ട് അല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാം കണ്ടതാണ്. 8 കോടി രൂപയാണ് ഈ ഒരു മോചനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കെ എ പോൾ എന്ന് പറയുന്ന ഇവൻ പിരിച്ചെടുക്കാനുള്ള ശ്രമം നടത്തിയത് അല്ലേ? ആ പോസ്റ്റ് ഞാൻ ഇവിടെ വെക്കാം, കണ്ടു നോക്ക്. ഡൊണേറ്റ് ഡയറക്ട്ലി ടു സേവ് നിമിഷ ടു ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അക്കൗണ്ട് ഡെസിഗ്നേറ്റ് വി നീഡ് 8.3 crore rupees. ഇത്രയും കള്ളത്തരങ്ങൾ ഉണ്ടാക്കി പണപ്പിരിവ് നടത്താൻ ഉദ്ദേശിച്ച ഒരുത്തൻ്റെ കൂടെയാണല്ലോ നിമിഷപ്രിയയുടെ കുടുംബം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതെന്ന് ഓർക്കുമ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ പുച്ഛമാണ് തോന്നുന്നത്. ഈ ഒരു വിഷയങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും കൈയൊഴിഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്ന്. എന്നിട്ട് ഈ പോളെന്ന് പറയുന്ന ഈ വ്യക്തി എന്താണ് ചെയ്തത്? 3-4 ദിവസം മുമ്പേ സുപ്രീം കോടതിയിൽ പോയി ഒരു ഹർജി കൊടുത്തു. ഈ വിഷയത്തിൽ 25, 26 തീയതികളിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മാധ്യമങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്യാനോ ഇതിനകത്ത് കാന്തപുരം ഉസ്താദ് ഇടപെടാനോ പാടില്ലെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ ഒരു ഹർജി കൊടുക്കുകയും അവിടുന്ന് എന്താണ് ഇവനിക്ക് തിരിച്ചടിയായിട്ട് കിട്ടിയത്? എന്താണ് കോടതി പറഞ്ഞിട്ടുള്ളത്? ഈ കാര്യത്തിൽ ഈ വിഷയത്തിൽ താൻ ഇടപെടാൻ നിൽക്കേണ്ട, ഫേമസ് ആവാനും ക്രെഡിറ്റിനും പണത്തിനും വേണ്ടിയിട്ട് ഇതിലോട്ട് താൻ ഇടപെടേണ്ട കാര്യമില്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യങ്ങൾ നോക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടെന്നും കോടതി പറഞ്ഞു ഇവനെ അവിടെ നിന്ന് ആട്ടിപ്പുറത്താക്കി. ഈ കെ എ പോൾ എന്ന് പറയുന്ന വ്യക്തി എന്താണ് പറഞ്ഞിട്ടുള്ളത്? 25-ാം തീയതിയോ 26-ാം തീയതിയോ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഇന്നിപ്പം 28ആയി. ഇതുവരെ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല. അപ്പോൾ ഇതിലൂടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ പോൾ എന്ന് പറയുന്ന വ്യക്തി ഭൂലോക തരികിടയാണെന്നും ഭൂലോക കള്ളനാണെന്നും നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു വിഷയം കൊണ്ട് നാളെ വധശിക്ഷ നടപ്പിലാക്കും, കുറച്ച് പൈസ പിരിക്കണം, എല്ലാവരെയും പ്രഷർ കയറ്റി ജനങ്ങളെ മണ്ടന്മാരാക്കി പൊട്ടന്മാരാക്കി ഇതിലൂടെ കുറേ പൈസ ഉണ്ടാക്കുക. അതാണ് ഈ കെ എ പോൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ പറ്റിക്കുക. ഇത്രയൊക്കെ ആയിട്ടും ഇതൊന്നും മനസ്സിലാക്കാതെ ഇപ്പോഴും നിമിഷപ്രിയയുടെ ഫാമിലി ഈ കെ എ പോളിനോടാണ് ഇപ്പോഴും ഈ വ്യക്തിയോടാണ് ഇപ്പോഴും ഈ നിമിഷപ്രിയയുടെ ഫാമിലി നിൽക്കുന്നതെന്ന് ഓർക്കുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം പറഞ്ഞ ആ സാധനം തന്നെയാണ് ഇപ്പോഴും തോന്നുന്നത്. പുച്ഛമെന്ന് വേണമെങ്കിൽ പറയാം. കാന്തപുരം ഉസ്താദ് ഇടപെട്ട് ഈ ഒരു വിധി നീട്ടിവെച്ചപ്പോൾ അത് സഹിക്കാൻ വയ്യാതെ കാന്തപുരം ഉസ്താദിനെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഒഴിവാക്കണം, ഇടപെടുത്തരുത് എന്ന് വേണ്ടിയിട്ട് കോടതിയിൽ ചെന്ന് ഹർജി വരെ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ കെ എ പോൾ.
നമുക്കറിയാം പല ആളുകൾ വിചാരിച്ചിട്ടും നടക്കാത്തൊരു കാര്യം ഒരു ദിവസം കൊണ്ട് ഒരു ഫോണിലൂടെ ഒരു കോളിലൂടെ യമനിലെ സൂഫി പണ്ഡിതനെ വിളിച്ചിട്ട് ഈ കാര്യം സംസാരിക്കുകയും നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കുകയും ചെയ്യിപ്പിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് എല്ലാ ജനങ്ങളും, കേരളത്തിലെ എല്ലാ ജനങ്ങളും കാന്തപുരം ഉസ്താദിനെ പ്രശംസിച്ചും സപ്പോർട്ട് ചെയ്തും മുമ്പോട്ട് വന്നിട്ടുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ കുരുപൊട്ടിയ കുറേ വർഗീയവാദികളുണ്ട്. അവരെന്താണ് ചെയ്തത്? ഈ ഒരു വിഷയത്തിന്റെ പേരിൽ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും കള്ളനെന്ന് മുദ്രകുത്തുകയും ചെയ്തിട്ടുള്ള കാന്തപുരം ഉസ്താദ് അവസാനം എന്താണ് പറഞ്ഞിട്ടുള്ളത്? അവസാനം പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദ് ചെയ്തതോടെ ഞങ്ങളുടെ പണി കഴിഞ്ഞു. അപ്പോഴും പുള്ളി പറയുന്നത് എന്താണ്? ഞങ്ങളുടെ പണി കഴിഞ്ഞു. എൻ്റെ പണി കഴിഞ്ഞെന്നല്ല, ഞാൻ ചെയ്തിട്ടെന്ന് മാത്രമല്ല, ജനങ്ങളുടെ അവിടെയും പുള്ളി ജനങ്ങളുടെ, എല്ലാ ജനങ്ങളും ഒരേ സ്വരത്തിലൂടെ പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങളുടെ പണി കഴിഞ്ഞു. വിശദമായ കാര്യങ്ങൾ ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരാണ് ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്വന്തം സമുദായത്തിൽപ്പെട്ടൊരു സഹോദരി അല്ലാഞ്ഞിട്ട് പോലും മാനുഷിക പരിഗണന വെച്ച് മാത്രമാണ് ഈ നിമിഷപ്രിയയെ രക്ഷിക്കാൻ കാന്തപുരം മുന്നോട്ടിറങ്ങിയത്, അല്ലേ? എന്നിട്ടും വീണ്ടും പുള്ളിക്കാരൻ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിരന്തരം പുള്ളിക്കാരനെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. നിമിഷപ്രിയയുടെ മോചനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പോൾ എന്ന പാസ്റ്റർ നടത്തുന്ന കള്ളപ്പണപ്പെരുവിനെ കുറിച്ച് UNAയിലെ ഇന്റർനാഷണൽ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജിതിൻ ലാൽ ആറൻ പങ്കുവച്ചൊരു പോസ്റ്റ് ഞാൻ ഇവിടെ വായിക്കാം. ഇത് തട്ടിപ്പാണ്. പോൾ എന്നൊരു കള്ള പാസ്റ്റർ നിമിഷപ്രിയയുടെ മോചനത്തിന് പണം ആവശ്യമാണെന്നും പറഞ്ഞ് പണപ്പെരുവിന് ഇറങ്ങിയിട്ടുണ്ട്. ആരും നിമിഷപ്രിയയുടെ മോചനത്തിനായി 1 രൂപ പോലും ഈ പറയുന്ന അക്കൗണ്ടിലോ ആളിനോ കൊടുക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് തട്ടിപ്പാണ്. നിമിഷപ്രിയയുടെ മോചന ശ്രമങ്ങൾ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിനും ശ്രീ കാന്തപുരം മുസ്ലിയാർ, മറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയവരെല്ലാം ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിലാണ് പൈസ അടിച്ചു മാറ്റുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിൽ ഈ പുതിയ കള്ളൻ അവതരിച്ചിരിക്കുന്നത്. ആരും ചതിയിൽ പെടാതിരിക്കുക. ഈ വാർത്ത പരമാവധി ഷെയർ ചെയ്യുക. ജിതിൻ ലോഹി, ഇന്റർനാഷണൽ ജനറൽ സെക്രട്ടറി, യുണൈറ്റഡ് നേഴ്സ് അസോസിയേഷൻ. ഇനി വേറൊരു പോസ്റ്റും കൂടെ പുള്ളി പങ്കുവയ്ക്കുന്നുണ്ട്, അതും കൂടെ ഞാൻ വായിക്കാം. നിമിഷപ്രിയ കേസ് വലിയൊരു തട്ടിപ്പിന് കളമൊരുങ്ങുകയാണ്. പണം തട്ടുക എന്ന ലക്ഷ്യത്തോടെയും മോചന ശ്രമമെന്ന വ്യാജേനയും ചില ആളുകൾ കൃഷി നടത്താൻ ഇറങ്ങിയിട്ടുണ്ട്. പലവിധ ചാരിറ്റി തട്ടിപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെയൊക്കെ മറികടക്കുന്ന രീതിയിലാണ് പുതിയ തട്ടിപ്പിന് ഇവർ കളമൊരുക്കുന്നത്. നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലാണ് തുടക്കം മുതൽ നിമിഷപ്രിയയുടെ രക്ഷാദൗത്യമായി പ്രവർത്തിക്കുന്നത്. അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രയുടെ നേതൃത്വത്തിലാണ് സുപ്രീം കോടതിയിലടക്കം കേസിന്റെ കാര്യങ്ങൾ മേൽനോട്ടം നിർവഹിക്കുന്നത്. കഴിഞ്ഞ മാസം തൂക്കുകയറിൽ നിന്നും അവസാന നിമിഷയെ രക്ഷിച്ചത് ശ്രീ കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലുകളാണ്. 1 രൂപ പോലും ചിലവാക്കാതെയാണ് ഈ ഇടപെടലുകൾ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, 1 രൂപ പോലും ചിലവാക്കാതെയാണ്, മേടിക്കാതെയാണ് ഈ ഒരു ഇടപെടൽ കാന്തപുരം ഉസ്താദ് നടത്തിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. അതിനിടയിലാണ് ചില വ്യക്തികൾ നിമിഷപ്രിയയെ രക്ഷിക്കാൻ എന്ന വ്യാജേന ഇപ്പോൾ കളത്തിലിറങ്ങിയിരിക്കുന്നത്. ഇതിൽ പ്രധാനി ഒരു പോൾ എന്ന പാസ്റ്ററാണ്. അവർക്ക് കോടാനുകോടികൾ നൽകാമെന്നൊക്കെ തലാലിന്റെ കുടുംബത്തിന് ഓഫർ നൽകിയെന്ന് കേൾക്കുന്നു. ഇത്രയും പണം ഓഫർ നൽകാൻ ഇവർക്ക് എവിടെ നിന്നാണ് ഇത്രയും പണം ലഭിക്കുക? മലയാളിയുടെ സഹായ മനസ്കതയെ ചൂഷണം ചെയ്യാമെന്ന ഉറച്ച വിശ്വാസമാവാം അളവില്ലാത്ത കോടികൾ നൽകാമെന്നൊക്കെ വാഗ്ദാനങ്ങൾ തോന്നിയതുപോലെ നൽകുന്നത്. ഈ വാഗ്ദാനങ്ങൾ തലാലിന്റെ കുടുംബം സ്വീകരിച്ചതായി ഒരറിവും ഇല്ല. ഈ കള്ളപ്പോളിനോടൊപ്പമാണ് ഇപ്പോൾ നിമിഷപ്രിയയുടെ കുടുംബവും നിൽക്കുന്നതെന്ന വസ്തുതയാണ്. ഇത്രയും വർഷം നിമിഷപ്രിയയുടെ മോചനത്തിനായി അഹോരാത്രം പണിയെടുത്ത ആക്ഷൻ കൗൺസിൽ അംഗങ്ങളെയെല്ലാം മനം മടിപ്പിച്ചിരിപ്പിക്കുന്നത് അതേ നിമിഷപ്രിയയെ രക്ഷിക്കുക എന്നതിൽ നിന്നും ലക്ഷ്യം മാറി ഇതിന്റെ പേരിൽ പണം സംഭരിപ്പിക്കാം എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ പരസ്യമായി കള്ളപ്പിരിവ് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കണമെന്നും ഇത്തരം തട്ടിപ്പുകളിൽ വഞ്ചിതരായി പണം കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാവരുതെന്നും അഭ്യർത്ഥിക്കുന്നു. ജിതിൻ, UNA ഇന്റർനാഷണൽ ജനറൽ സെക്രട്ടറി. അപ്പം പുള്ളിക്കാരൻ പങ്കുവച്ചൊരു പോസ്റ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇപ്പോൾ ഏകദേശം കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ പോൾ എന്ന ഈ കള്ളൻ കാരണം കാന്തപുരം ഉസ്താദിനെയും കൂടെ ഇതിലോട്ട് വലിച്ചഴച്ച് അപമാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാന്തപുരം ഉസ്താദ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആദ്യമായിട്ടല്ല. പക്ഷേ പുള്ളി ചെയ്യുന്ന കാര്യം പുള്ളി പ്രസിദ്ധപ്പെടുത്താറില്ല. അതാണ് പുള്ളി ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യം എന്നുള്ളത്. പല കാര്യങ്ങളും പുള്ളി ചെയ്തിട്ടുണ്ട്. സൗദിയിൽ നിതാഖാത്ത് നിയമം വന്ന സമയത്ത് അവിടെ മക്കയിൽ പോയി മക്ക ഗവർണറെയും റിയാദിൽ പോയി തൊഴിൽ മന്ത്രിയെയും കണ്ടിട്ട് ആ ഒരു പ്രശ്നം പരിഹരിക്കുകയും ആ ഒരു ഇത് എടുത്ത് കളയുകയും ചെയ്തിട്ടുണ്ട്.
അതൊക്കെ എത്ര പേർക്ക് അറിയാം? ആർക്കെങ്കിലും അറിയാവോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ മേടിച്ചു കൊടുക്കുന്നത് യമനികളല്ല, കേരളത്തിലെ ഒരു കൂട്ടം ത്രികസംഖികളും അതുപോലെ മാപ്രകളും സംഖികളും ചേർന്നിട്ട് മാത്രമാണ്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് വിചാരിച്ചാൽ നിഷ്പ്രയാസം നടന്നിരുന്ന ഒരു കാര്യമാണ് ത്രിസംഖികളും സംഖികളും കൂടി ചേർത്ത് നശിപ്പിച്ചത്, അല്ലേ? ഒരു ക്രൂരമായിട്ടുള്ള കുറ്റം ചെയ്തിട്ടുള്ള സ്ത്രീക്ക് കിട്ടേണ്ടത് വധശിക്ഷ തന്നെയാണ്. പക്ഷേ ഇവിടെ കാന്തപുരം ഉസ്താദ് എന്താണ് ചെയ്തത്? മനുഷ്യത്വവും മാനവികതയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമാണ് പുള്ളിക്കാരൻ ഈ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചത്, അല്ലേ? എന്തായാലും ഈ നിമിഷപ്രിയയുടെ മോചനവുമായിട്ട് ബന്ധപ്പെട്ട് പണപ്പിരിവ് നടത്തുന്ന ഓരോ കള്ളന്മാരെയും നമ്മൾ തിരിച്ചറിയുക. 1 രൂപ പോലും ഒരു സഹായം പേടിക്കാതെ നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ച കാന്തപുരം ഉസ്താദിന് ഉണ്ടായ ഒരവസ്ഥ ഇനി ഒരാൾക്കും ഉണ്ടാവാൻ പാടില്ല. ഇതിൻ്റെ പിറവിൽ പ്രവർത്തിക്കുന്ന കള്ളന്മാരെ പുറത്തു കൊണ്ടുവരിക. അവന്മാർ ഉദ്ദേശിച്ച ഉദ്ദേശം എന്താണോ അത് നടക്കരുത്. ഇതിൻ്റെ പിറവിൽ, ഇതിൻ്റെ പേരിൽ കോടികൾ തട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഇങ്ങനെയുള്ള കുറേ ടീംസുകൾ ഇതിലേക്ക് വരുന്നത്. അപ്പം ഈ ഒരു തട്ടിപ്പിൽ ഓരോ മലയാളിയും ചെന്ന് വീഴാതിരിക്കുക. See you.